വെൽക്കം ടു അനദർ വീഡിയോ. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് അനുസരിച്ച് അല്ല പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ആ നമ്പേഴ്സ് കറക്റ്റായിട്ട് എടുക്കുക. അതിനോടൊപ്പം ഒരു അഡീഷണലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യക്കകത്ത് യാൺ ഓവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ, അതായത് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അടുത്ത സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ 3 ലൂപ്പ് നമ്മുടെ നീഡിലിൽ കിട്ടും. 1 2 3. പിന്നെയും യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് പതിയെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യും. നിങ്ങൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാതിരിക്കുക, അതൊരു ഇത്തിരി പാടാണ്. സോ അതുകൊണ്ട് ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലൂസാക്കിയതിന് ശേഷം ഇങ്ങനെ ഈ ലൂപ്പ് കൂടി എടുത്താൽ മതി. അപ്പോൾ ഇത് ക്ലോസായി. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. യാൺ ഓവർ ചെയ്യുക, അതിന് ശേഷം അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കത് ഇതുപോലെ 3 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാൻ യാൺ ഓവർ ചെയ്യുക. അതിന് ശേഷം ഈ 3 നമ്മുടെ ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ഈ 3 ലൂപ്പിൽ കൂടി നമ്മൾ ഇങ്ങനെ എടുത്ത് ഇറക്കുക. പിന്നെ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് പിന്നെ യാൺ ഓവർ ചെയ്തതിന് ശേഷം നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. നമ്മൾ ഈ ലൂപ്പ് ഇങ്ങനെ നിങ്ങളിങ്ങനെ പതിയെ ക്ലോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പം ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുരുങ്ങിപ്പോവും. ഇങ്ങനെ അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പ് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ക്ലോസ് ചെയ്യുക. എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ, അടുത്ത ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക, പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 3 ലൂപ്സ് ആക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പ് പതിയെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ, ഈ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യുക, ഇത് ചെയ്യുക, പുൾ ത്രൂ, ഇതുപോലെ യാണ് ക്ലോസ് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്പും ക്ലോസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മളുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തതിന് ശേഷം 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് നമ്മളുടെ ഈ ലൂപ്പ് ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യുക, അതിനുശേഷം പുൾ ത്രൂ ചെയ്ത് 3 ലൂപ്സ് ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യും. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ വിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യണം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് നമ്മൾ യാൺ ഓവർ ചെയ്ത് അടുത്തത് ഇത് കണ്ടോ, ഈ സ്റ്റിച്ചിൽ ഇവിടെ 2 വി ഷേപ്പിലുള്ള സ്റ്റിച്ച് വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് പുൾ ത്രൂ ചെയ്ത് നമുക്ക് 3 ലൂപ്പ് പഴയ പോലെ തന്നെ കിട്ടും. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക,